ഹായ്, സെൽസാലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ആൻഡിജൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ആൻഡിജൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് 1955-ലാണ്. ലെവലപ്പിൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചറിയാം. ഹലോ, എൻ്റെ പേര് തസ്മീം അഷ്റഫ്. ഞാൻ വരുന്നത് തൃശ്ശൂരാണ്. ഇവിടെ ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഗേൾസിന് എന്തുകൊണ്ടും സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ ഹോസ്റ്റൽ 10 o'clock ശേഷം ക്ലോസ് ആവും. യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റലാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ പേര് അസ്മി എന്നാണ്. ഞാൻ തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ് ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. ഇവിടുത്തെ ഹോസ്റ്റൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളീസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഹോസ്റ്റലായിട്ടാണ് ഉള്ളത്. അതിൽ ഇന്ത്യൻ മെസ്സ് ഉണ്ട്, അല്ലാതെ നമുക്ക് സെൽഫ് കുക്ക് വേണമെങ്കിലും ചെയ്യാം. സെൽഫ് കുക്ക് ആണെങ്കിൽ എല്ലാ ഫ്ലോറിലും ഓരോ കിച്ചണുണ്ട്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊരു കിച്ചണുണ്ട്. പിന്നെ മെസ്സാണെങ്കിൽ ഇന്ത്യൻ മെസ്സാണ്, ഇന്ത്യൻ ഫുഡ് അവിടെ കിട്ടും. രാവിലെ ഉച്ചയ്ക്ക് പിന്നെ രാത്രി അങ്ങനെ 3 നേരമായിട്ട് ഫുഡ് കിട്ടും. പിന്നെ ഹോസ്റ്റൽ ലൈഫിൽ 10 മണിക്ക് ശേഷം നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. ഓരോ ഫ്ലോറിന് ഓരോ ലോണ്ട്രി റൂമുണ്ട്. 4 പേര് ചേർന്നൊരു റൂമാണുള്ളത്. അതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. സേഫ്റ്റി ഉള്ള ഹോസ്റ്റലാണ്. വാർഡൻസ് ഉണ്ട്. 10 മണിക്ക് ശേഷം വെളിയിൽ ആരെങ്കിലും കണ്ടാൽ അത് വഴക്ക് പറയും. നമ്മളകത്ത് റൂമിൽ തന്നെ ഇരിക്കണം എന്നാണ് 10 മണിക്ക് ശേഷം. ഹലോ, എൻ്റെ പേര് ദിയ ഷഹീർ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ് ആൻറ്റിജൻ മെഡിക്കൽ കോളേജിൽ. ഞാൻ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ആൻറ്റിജൻ ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ ഫീസാണ്. പിന്നെ ഞങ്ങളുടെ ഡെയിലി എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ അത് വളരെ ചീപ്പാണ്. പിന്നെ ഉസ്ബെക്കിസ്ഥാനിൽ എല്ലാ യൂണിവേഴ്സിറ്റീസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റിജനാണ് കൂടുതലായിട്ട് നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു മെയിൻ കോളേജ് എന്ന് പറയുന്നത് ആൻറ്റിജനിലാണ്. പിന്നെ നല്ല അക്കാഡമിക്സ് ആണ്. ഞാൻ ഈ കോളേജ് ചൂസ് ചെയ്തതിൽ വളരെ ഹാപ്പിയാണ്. എൻ്റെ പേര് മുഹമ്മദ് ആസിഫ്. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് വരും. ഞാൻ ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഇവിടുത്തെ ക്ലിനിക്സ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഇയർ തന്നെ ഇൻട്രൊഡക്ഷനായിട്ട് സർജറി ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനോട് റൗണ്ട്സും പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യാനും കൊണ്ടുപോകാറുണ്ട്. എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഹായ്, എൻ്റെ പേര് റഷീക്ക. ഞാൻ മലപ്പുറം പുത്തമ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആൻറ്റിജൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഇവിടുത്തെ അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഡെയിലി മാർക്ക് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഇവരാദ്യം നമുക്കിവിടെ ലെക്ചർ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം പ്രാക്ടിക്കൽ ക്ലാസ്. നമ്മൾ ലെക്ചറിന് എന്ത് ഇൻഫർമേഷനാണ് നമുക്ക് തന്നത് അത് പഠിച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇവർ അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് മാർക്കുള്ളത്, 3, 4, 5. അതിൽ നമ്മൾ ബെസ്റ്റ് തന്നെ ട്രൈ ചെയ്യണം. പിന്നെ ഇത് ക്ലിയർ ചെയ്താലാണ് നമുക്ക് ഫൈനൽ എക്സാമിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ ഓറൽ ഉണ്ടായിരിക്കും, CBT ഉണ്ടായിരിക്കും. ഓറലിൽ 80%, CBTയിൽ 20%. അങ്ങനെയാണ് ഇവിടെ മാർക്ക് കാൽക്കുലേഷൻ. ഇവിടുത്തെ അഡീഷണൽ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏജൻസി നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് നല്ലൊരു അനാട്ടമി ആയാലും ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ക്ലാസ്സസാണ്. നമുക്കിവിടെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മിൻ്റെ ഫുൾ അനാട്ടമി ക്ലാസ് അവർ പക്കയായിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഹായ്, ഞാൻ മുഹമ്മദ് റസൽ. ഞാൻ മലപ്പുറം തിരൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആൻറ്റിജൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ ലെവലപ്പ് സ്റ്റഡി അബ്രോഡിൻ്റെ കീഴിലാണ് വന്നത്. അവരാണ് എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. എൻ്റെ വിസ പ്രൊസീജിയേഴ്സ് ആയാലും മറ്റ് പേപ്പർ വർക്ക്സ് ആയാലും അവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ അവരുടെ കീഴിൽ വന്നതിൽ ഹാപ്പിയാണ്.